നമസ്കാരം. 30 വർഷത്തെ ഒരു സമരഭടനെ നമുക്കിന്ന് പരിചയപ്പെടാം. ശരി, കമന്ററി ആരംഭിക്കുന്നു. ഷൂജ എന്ന് പറയുന്ന ഒരു പ്രവർത്തകനെ കുറിച്ച് വിമാക്കിന്റെ ശക്തനായ പ്രൊജക്ട് ഏരിയയിൽ നിന്ന് തന്നെയാണ് ചൊവ്വര ചപ്പാത്ത്. കഴിഞ്ഞ ദിവസം കമന്ററിയിൽ പറഞ്ഞല്ലോ, ശ്രീ ജേക്കബ് സാമുവലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട് എന്നു മുതലാണ് അദ്ദേഹം ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതെന്ന്. നമുക്ക് കേട്ടു തുടങ്ങാം. എൻ്റെ പേര് ഷൂജ എന്നാണ് സർ. ഞാൻ ഈ സംഘടനയിൽ ജനപക്ഷ എന്ന സംഘടനയിൽ വരാൻ കാരണം ഡേവിഡ് വിൽസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ വന്ന് എന്നെ കാണുകയും സംസാരിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അടിമലത്തുറ ഫാദറുമായിട്ട് രാത്രി 9 മണിക്ക് ഞങ്ങൾ പോയി സംസാരിക്കുകയും അദ്ദേഹത്തെ കൊണ്ട് ഇടവകയിൽ ജനങ്ങൾക്കൊരു ബോധവൽക്കരണം കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എൻ്റെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. ഇന്ത്യ മാക്സ് യാത്ര പലപ്പോഴും സെയിലിംഗ് കമന്ററിയിൽ പരാമർശിക്കപ്പെട്ട വിഷയമാണ്. ആ യാത്രയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. അതിനുശേഷം എലിയസാറിൻ്റെ നേതൃത്വത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യ മാക്സ് എന്ന് പറയുന്ന ഒരു കപ്പൽ ലോറിയിൽ ചെയ്തു വെച്ച് ആ മോഡലിൽ ചെയ്തു വെച്ചിട്ട് തിരുവനന്തപുരം ജില്ല മൊത്തം ഞങ്ങൾ പ്രചരണം നടത്തി. എലിയസാറാണ് അതിന് നേതൃത്വം കൊടുത്തതും അതിന് വിശദീകരണം കൊടുത്തതും ജനങ്ങൾക്ക്. ഏകദേശം ഒരു 100-100ഓളം വേദികളിൽ എലിയസാർ സംസാരിച്ചിട്ടുണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചൊക്കെ. അങ്ങനെ അതിൻ്റെ സമാപന ദിവസം 2005 നമ്മളെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ MP സുരേഷ് ഗോപിയെ കൊണ്ട് ചപ്പാത്ത് ജംഗ്ഷനിൽ ഒരു നങ്കൂരം പ്രതീകാത്മകമായിട്ട് ഞങ്ങൾ സ്ഥാപിച്ചു. ആദ്യ കപ്പൽ വിഴിഞ്ഞത്ത് നങ്കൂരം ഇടുമ്പോൾ ഞങ്ങൾ ഈ പ്രതീകാത്മക നങ്കൂരം വിഴിഞ്ഞത്തേക്ക് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അന്ന് സ്ഥാപിച്ചത്. അന്ന് തൊട്ട് ഞങ്ങൾ വളരെ സജീവമായിട്ട് പല ആൾക്കാരും പല മുതിർന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിന്നിൽ സമരമായിട്ട് മുന്നോട്ട് പോയി. പുല്ലുവള മുതൽ വിഴിഞ്ഞം വരെ ഒരു പദയാത്ര തന്നെ നടത്തി വിഴിഞ്ഞത്തിന് വേണ്ടി. അന്നത്തെ പൂവാറ്, കോട്ടുകൾ, പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത്. ആ പ്രചരണത്തിന് ഈ നാട്ടിലെ വ്യാപാരികളുടെ ഭാഗത്ത് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഞങ്ങളുടെ ആഹാരമായിട്ടും വെള്ളമായിട്ടൊക്കെ അവർ തന്നു ഞങ്ങളെ സഹായിച്ചു. വൈകുന്നേരം ഞങ്ങൾ വിഴിഞ്ഞത്തെ സമര പരിപാടി സമാപനം ചെയ്ത് അന്ന് പങ്കെടുത്ത പല ആൾക്കാരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. ബഹുമാനപ്പെട്ട അപ്പുക്കുട്ടൻപിള്ള സാറ്, വിഴിഞ്ഞം പൂവാർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ കോട്ടകൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയി. അതിനുശേഷം ധാരാളം സമര പരിപാടികൾ ഞങ്ങൾ വിഴിഞ്ഞത്ത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിൻ്റെ ആരംഭം കുറിച്ചത്. ഈ ആരംഭത്തിൽ പിന്നെ ആദ്യം നടത്തുന്നത് പരിസ്ഥിതി പഠനമാണ്. എൻ്റെ വീട്ടിലുൾപ്പെടെ നെല്ലിമൂട്, മുല്ലൂര്, കല്ലുമുക്കടി, കരിങ്കുളം തുടങ്ങിയ 5 വീടുകളിൽ ഈ പരിസ്ഥിതി പഠനത്തിൻ്റെ ഭാഗമായിട്ട് മിഷൻ വീടിൻ്റെ മുകളിൽ സ്ഥാപിക്കുകയും കറണ്ട് ആ വീട്ടുകാരെ കൊണ്ട് തന്നെ കൊടുപ്പിക്കുകയും 10 ദിവസമാണ് ഒരു മിഷൻ വർക്ക് ചെയ്യേണ്ടത്. രാത്രിയാകുമ്പോൾ ശബ്ദം കൊണ്ട് ആ വീട്ടുകാർക്ക് പോലും കിടന്നുറങ്ങാൻ പറ്റാതെ, എന്നിട്ട് പോലും ജനങ്ങൾ നമ്മളോടൊപ്പം സഹകരിച്ചു എന്നുള്ളതാണ് സത്യം. പ്രാദേശിക തലത്തിൽ സ്ഥലം കണ്ടെത്താനും റോഡ് പണിയാനും ഒക്കെയായിട്ട് മുന്നിട്ടിറങ്ങിയതിൽ ഒരാളാണ്, പ്രമുഖനാണ് ശ്രീ ഷൂജ. പഴയകാലത്ത് ആ മേഖലയിലെ അനുഭവം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ടാണ് വിഴിഞ്ഞം മുല്ലൂർ ഭാഗത്ത് ഒരു റോഡ് നിർമ്മിക്കണമെന്നുള്ള തീരുമാനം സർക്കാർ എടുക്കുകയും അതിനുവേണ്ടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ പോയി. കളക്ടറേറ്റിൽ വിളിച്ച് ഈ ഭൂവുടമകളെ വിളിച്ച് വില നിശ്ചയിച്ചപ്പോഴേക്ക് വില തർക്കിച്ച് അവർ മാറി. അന്നത്തെ ആയിരുന്ന സിയാദുദ്ദീൻ സാർ എന്നെ ബന്ധപ്പെട്ടു. 2 മണി വരെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു അർബാദമായിട്ടില്ല. 2 മണിക്ക് ശേഷം മാറ്റി വെച്ചേക്കാണ്. നിങ്ങൾ ആ നാട്ടുകാരനാണ്, നിങ്ങൾ ഇടപെട്ട് ഒരാളെ കൊണ്ടെങ്കിലും ഇന്ന് ഈ സമ്മതപത്രത്തിൽ ഒപ്പിടിച്ചില്ലെങ്കിൽ നാളത്തെ പത്രങ്ങൾ എഴുതും, വിഴിഞ്ഞം പദ്ധതിക്ക് ഭൂമിയെടുപ്പ് ഒരു അപതാളത്തിലായി എന്ന് പറയും. അതൊന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. ഞാനപ്പോൾ അവിടെയുള്ള ഒരു കക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു,
മുകളിലത്തെ ഭാഗത്തിന് 85 രൂപ, 1,85,000 രൂപ വില ഇട്ടിട്ടുണ്ട്. താഴെ 1,75 വില ഇട്ടേക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ശ്രീധർ എന്ന് പറയുന്ന ആ വ്യക്തി അവരുമായിട്ട്, അയാൾക്ക് കുറച്ച് കൃഷിക്കാരും അയാൾക്ക് കുറേ കണ്ടങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞിങ്ങനെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മുകളിലത്തെ 1,85 ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഒപ്പിടാം. ഞാൻ പറഞ്ഞ് മുകളിലത്തെ 1,85 തരാം, അവിടെ റോഡുണ്ട്, വണ്ടി പോകുന്നുണ്ട്, നിങ്ങളവിടെ നടപ്പാതയുള്ളൂ, രണ്ടും ഒരു വില ഇടില്ല, ഇതിനോട് താല്പര്യമുള്ള ആളല്ലേ നിങ്ങൾ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് നിങ്ങൾ പറഞ്ഞൊപ്പിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ് 5 മിനിറ്റ് ഞാൻ മറുപടി വിളിക്കാം. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ 25 പേര് ഇതാ ഒപ്പിടാൻ പോവുകയാണ്. ഞാനവിടെ തന്നെ സിയാൻ സാറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ സിയാൻ സാർ വെരി ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആ 25 പേരെ കൊണ്ട് ഒപ്പിടിച്ച് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിനുശേഷം ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു ബിൽഡിംഗ് ആവശ്യപ്പെട്ടു. അവർ ബുക്കാല ജംഗ്ഷനിൽ ഒരു ബിൽഡിംഗ് കിട്ടി, അവിടെ ഇരുന്ന് ഭൂമി ഏറ്റെടുത്ത മറ്റ് നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞങ്ങൾ കണ്ടെത്തിയത് വിഴിഞ്ഞം ഹാർബർ റോഡിലുള്ള ഒരു സർക്കാരിൻ്റെ അധീനതയിലുള്ള ഒരു കെട്ടിടം അനാവശ്യമായിട്ട് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, ആരുമില്ല, വൃത്തിഹീനമായ ഒരു അന്തരീക്ഷത്തിലവിടെ കിടക്കുകയായിരുന്നു. അന്നത്തെ വകുപ്പ് മന്ത്രി വിജയകുമാർ അവരുടെ നിയന്ത്രണത്തിലാണ് തുറമുഖ വകുപ്പും ടൂറിസം വകുപ്പും. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയപ്പോൾ അദ്ദേഹം അത് അന്ന് ആൾ വെച്ച് അന്വേഷിച്ച് അപ്പം കൊള്ളാം, നല്ല സൈറ്റ്, അങ്ങനെയാണ് ആ വിഴിഞ്ഞത്തെ ഓഫീസ് ഉണ്ടായത്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ ഭൂമിയെടുപ്പ് തുടങ്ങിയത്. ഭൂമിയെടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞ് 125 ഏക്കർ സ്ഥലം ചപ്പാത്ത് ഉണ്ട്, വീടുകൾ വളരെ കുറവാണ്, 10-12 വീടേ ഉള്ളൂ. പിന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുകയും ആ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറായി. ആളുകൾക്ക് നല്ല വില കൊടുത്ത് തന്നെയാണ് എടുത്തത്. നമ്മളന്നേ പറഞ്ഞത് തന്നെ, ആളുകൾക്ക് ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത രീതിയിൽ, കണ്ണിനീരോ ചോരയോ പൊടിയാത്ത രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അങ്ങനെ ഭൂമി ഏറ്റെടുത്തു. അതിലൊരു 10-20 ഏക്കറോളം പറമ്പോക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ വേറൊരു വിഷയം ഉണ്ടായെന്ന് വെച്ചാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് ഹൈവേക്ക് വേണ്ടി എടുത്ത സ്ഥലത്തിന് പൈസ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോഴും. അതേപോലെ ഈ പദ്ധതിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഇത് ജനങ്ങൾ നമുക്ക് എതിരെ തിരിയും. അങ്ങനെ നമ്മൾ ഹസൻ മരയ്ക്കാർ ഹാളിൽ വെച്ച് ദാസേട്ടനും ബെന്നി ജോസഫ് തുടങ്ങിയ ആൾക്കാർ വന്ന് ഈ ഭൂ ഉടമകളെയൊക്കെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവർക്ക് കാശ് കൊടുക്കണമെന്ന് പറഞ്ഞ് മിനിസ്റ്റർ നേതൃത്വത്തിൽ അവിടെ വെച്ചൊരു തീരുമാനമെടുത്ത് 2 മാസത്തിനുള്ളിൽ ഇവർക്ക് പൈസ കൊടുക്കണം. ഏറ്റവും ചെറിയ സ്ഥലമുള്ള ആളുകൾക്ക് ആദ്യം പൈസ കൊടുക്കുക. അങ്ങനെ ആ പ്രശ്നവും നമ്മൾ ഇടപെട്ട് നല്ല രീതിയിൽ പരിഹരിച്ചു. പക്ഷേ ഇതിനൊക്കെ ബിസിലിൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് അനുമോദന കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പരിസ്ഥിതി പഠനത്തിന് വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്തതിനും ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്ന ഈ റോഡിന് വേണ്ടിയുള്ള മുല്ലൂരുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതിനും 2 പ്രാവശ്യം അവർ അഭിനന്ദന കത്ത് തന്നു. ഞാൻ എൻ്റെ സംഘടന ഏൽപ്പിച്ചിട്ടുണ്ട് ആ കത്ത്. വ്യക്തിപരമായിട്ടല്ല, അതൊരു സംഘടന കീഴിലാണ് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ കാര്യങ്ങൾ ഈ തുറമുഖത്തിന് വേണ്ടി ചെയ്തു കൊടുത്തത്. പിന്നെ നിരവധി സമര പരിപാടികൾ സെക്രട്ടേറിയറ്റ് നടയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നേതൃത്വം കൊടുത്ത് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് എലിയ സാറാണ്. അദ്ദേഹം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാ ധൈര്യവും തന്നതും ഞങ്ങൾക്ക് എല്ലാ വിഷയങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗ്ഗനിർദ്ദേശം തന്നതും എലിയ സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്ന് വരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം മുന്നിൽ കണ്ട കാര്യങ്ങളൊന്നും തെറ്റായിരുന്നില്ല, ശരിയായിരുന്നു എന്ന് വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ മന്ത്രിമാർക്ക് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലായിരുന്നു. 30 കൊല്ലത്തിന് മുമ്പ് എലിയ സാർ പറഞ്ഞ കാര്യമാണ് ഈ തുറമുഖം വരുന്നതിന് അടുത്ത് വെച്ച് ഈ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും മന്ത്രികൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവരത് ഏറ്റുപറയാൻ തുടങ്ങിയത്. എലിയ സാർ അന്ന് പറഞ്ഞതിൽ നിന്നും ഒരു വാക്ക് പോലും കൂട്ടി പറയാൻ അവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. വിഴിഞ്ഞം കൊണ്ട് എന്ത് പ്രയോജനം ഈ നാടിനുണ്ടാകും എന്ന് എലിയ സാർ അന്ന് പറഞ്ഞോ അത് തന്നെയാണ് ഇന്ന് മറ്റുള്ളവരെല്ലാവരും പറയുന്നത്. അതിലൊന്നും കൂട്ടി പറയാൻ അവർ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചതും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇനിയും എണ്ണിയാൽ ഒടുങ്ങാത്ത വിഷയങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. നമ്മളെപ്പോലെ തന്നെ അദ്ദേഹവും ഇടതുപക്ഷ സഹയാത്രികനാണ്, ഇടതുപക്ഷ സംഘടനകളിലെ അംഗവും നേതാവുമാണ്. അദ്ദേഹം ഈ സർക്കാരിനെ കുറിച്ചും നിലവിലുള്ള സംവിധാനത്തെക്കുറിച്ചും എങ്ങനെ പ്രതികരിക്കുന്നു, ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടിരുന്ന അദ്ദേഹം ഉൾപ്പെടെ ഷൂജ ഉൾപ്പെടെ സ്വപ്നം കണ്ട കാര്യങ്ങൾ എന്തെങ്കിലും അവിടെ നടന്നു? ഈ വിഴിഞ്ഞം തുറവുമായിട്ട് ബന്ധിച്ച് കിടക്കുന്ന ഈ വിഷയങ്ങൾ. പക്ഷേ അന്ന് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമുണ്ട്, ഈ നാട് നന്നാവും, ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കും, ഇതുകൊണ്ട് ജനങ്ങൾക്ക്
വളരെയധികം നേട്ടങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ തുറമുഖം വന്നു, അദാനി വന്നു, ഇവിടെ ഒരു തുറമുഖം നിർമ്മിച്ച് കപ്പൽ കൊണ്ടുവന്നു. പക്ഷേ നാടിനൊരു ഗുണവും ഉണ്ടായില്ല, നാട്ടുകാർക്കൊരു നേട്ടവും ഉണ്ടായില്ല. ഒരു പെട്ടിക്കട പോലും ഇന്ന് വരെ ഈ തുറമുഖ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് തുടങ്ങിയിട്ടില്ല. അതാണ് വളരെ ദയനീയമായ ഒരവസ്ഥ. ഒരു റോഡ് പോലും ഇതിൻ്റെ പേരിൽ വികസിപ്പിച്ചിട്ടില്ല ഇവിടെ. പിന്നെ അല്ലാതെ നാട്ടിൽ എന്ത് വികസനം? അതിന് ഞങ്ങൾ നിരാശരാണ്. ഇനി സർക്കാരിൻ്റെയോ അദാനിയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ നമ്മൾ പ്രചരിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ എലി സാർ പറഞ്ഞ രീതിയിലുള്ള ഒരു നേട്ടം ജനങ്ങൾക്കുണ്ടായി കൊടുക്കുന്നതിന് ഇവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം ഉണ്ടായേ പറ്റൂ. ഒരു റോഡ് പോലും ചെയ്യാൻ അവർ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അതായത് ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവിടെ നിന്ന് കവാടം തുടങ്ങുന്ന റോഡ് ഹൈവേയിൽ കൊണ്ട് കൊള്ളിക്കുന്നതിന് എത്രയോ മാസങ്ങളെടുത്ത്, എത്ര വർഷം, 1-2 വർഷത്തിൽ കൂടുതലായി 40 സെൻറ്റ് സ്ഥലം എടുത്തുകൊണ്ട് ആ റോഡൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള മെല്ലെ പോക്കാണ് ഇവരുടെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇത് അങ്ങനെ പോയാൽ പറ്റില്ല. എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് ഇവിടെ കൊണ്ടുവരേണ്ട കമ്പനികളെ കൊണ്ടുവരണം. ഇവിടെ സ്ഥലം ഇല്ല, അല്ലെങ്കിൽ സ്ഥലത്തിന് ഭയങ്കര വിലയാണെന്ന് ഇവർ പറയുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കൊടുക്കാൻ ആളുകൾ തയ്യാറുമാണ്, പക്ഷേ എടുക്കാൻ ഇവർ തയ്യാറല്ല. ഇപ്പോൾ റോഡ് സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 10-15 ലക്ഷം രൂപ സെൻറ്റിന് കൊടുക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ ബാക്കിൽ കിടക്കുന്ന സ്ഥലം 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാം. കാര്യം വഴി പോലും ഇല്ലാതെ കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. ഈ സ്ഥലം ഈ പ്രദേശത്ത് തന്നെയുണ്ട്. എൻ്റെ ഈ ചപ്പാത്ത് പ്രദേശത്ത് തന്നെ ഇഷ്ടം പോലെ സ്ഥലം കൊടുക്കാനുണ്ട്, ആളുകൾ കൊടുക്കാനും വില്ലിങ്ങാണ്. പക്ഷെ അത് എടുത്തൊരു വികസന പദ്ധതി കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാവണ്ടേ? എങ്കിലല്ലേ ആൾക്കാർ സ്ഥലം വിട്ടുകൊടുക്കുകയുള്ളൂ. മുടിമുറിക്കൽ സമരവും ഒരിക്കൽ സെയിലിംഗ് കമ്മിറ്റി, ഒന്നല്ല പലതവണയും സെയിലിംഗ് കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. സജീവമായി ഷൂജയും കുടുംബവും പങ്കെടുത്തു. അതിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇങ്ങനെയാണ്. ഞങ്ങൾ ചെയ്ത സമരത്തിൽ മുടിമുറിക്കൽ സമരം എന്ന് പറഞ്ഞൊരു സമരം, അന്ന് സുരേഷ് ഗോപി MP അവർകളാണ്. അന്ന് അദ്ദേഹം MP അല്ലായിരുന്നു, പക്ഷേ അന്ന് അങ്ങേര് ഒരു സിനിമാ നടനായിരുന്നു, ജനം അംഗീകരിക്കുന്ന ഒരു നടനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ മുടിമുറിക്കൽ സമരം നടത്തി. അതായത് തിരുപ്പതിയിൽ മുടി വിറ്റ് കോടികൾ ഉണ്ടാക്കുന്നു, അങ്ങനെ ഞങ്ങൾ തന്നെ ഈ മുടി വിറ്റ് നിങ്ങൾ തുറമുഖം നിർമ്മിക്കണം എന്നായിരുന്നു എൻ്റെ ആശയം. പക്ഷേ അന്ന് ഞാൻ പങ്കെടുത്തു, എൻ്റെ ഭാര്യ വരെ അന്ന് ആ മുടിമുറിക്കൽ സമരത്തിൽ സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തു. അങ്ങനെ ഈ പദ്ധതിക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ അവസാനം പറഞ്ഞ ഈ പദ്ധതിക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ വരാൻ വേണ്ടി ഉപകാരപ്രദമായത്, അത് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ വളരെയധികം നേതാക്കൾ, പ്രസിഡന്റുമാരുണ്ട്, അങ്ങനെയുള്ള നേതാക്കൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇങ്ങനെയൊക്കെയുള്ള നേതാക്കൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ശ്രീ ഷൂജയെ പോലെ തന്നെ നമ്മളിൽ നിന്ന് വേർപെട്ടുകൊണ്ടിരിക്കുന്ന, പ്രൊജക്റ്റിന് വേണ്ടി അവരുടെ ജീവിതവും സമയവും ധനവും എല്ലാം ചെലവഴിച്ച പല ആളുകളുണ്ട്, മൺമറഞ്ഞു പോയവരുണ്ട്. നമുക്കെങ്കിലും അവരെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തിരിക്കാം.